യുദ്ധക്കളത്തിൽ കൈയിന് വെട്ടുകിട്ടി, കൈ തൂങ്ങിപ്പോയ സഹാബി മറ്റേ കൈയിലേക്ക് വാള് പിടിച്ചു. വെട്ടുകിട്ടി, ഒരു ഭാഗത്തെ തൊലി മുറിഞ്ഞു, എല്ല് പൊട്ടി, മറുഭാഗത്തെ തൊലിയിൽ കൈ തൂങ്ങി, വാള് മറുകൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. എന്നിട്ട് യുദ്ധം തുടരുകയാണ്. പക്ഷെ ഈ മുറിഞ്ഞ കൈ ഇങ്ങനെ തൂങ്ങി ആടിയിട്ട് സുഹൃത്തുക്കളെ യുദ്ധം ചെയ്യാൻ തടസ്സാകുകയാണ്. വാളുകൊണ്ട് തടുക്കാനും വീശാനും തടസ്സാവുക. ഇത് പൊട്ടിയ കൈ ഇങ്ങനെ തൂങ്ങി ഇങ്ങോട്ട് മുന്നോട്ട് വരിക. കുനിഞ്ഞു നിന്ന് കാലിനടിയിലേക്ക് ആ കൈപ്പത്തി അമർത്തി വെച്ച് വലിച്ചു പൊട്ടിച്ചു കളഞ്ഞ് യുദ്ധം തുടരുകയാണ്. അറിയോ, അവര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ 4 സൂറത്ത് പഠിച്ചു. അതെന്നെ അധികമാണ് അല്ലേ? 4 ഹദീസ് അറിയും. അപ്പോഴേക്കും ഞാൻ വലിയ ആളായി. എന്ത് ചോദിച്ചാലും മറുപടി പറയുന്ന ഫത്വ കൊടുക്കാൻ ആളായി. ജമാഅത്തൊന്നും എനിക്കൊരു പ്രശ്നമില്ല. കണ്ണു കാണാത്ത അന്ധനായ സഹാബി ഇളവിട്ടോന്ന് ചോദിച്ചപ്പോ എല്ലാം ചോദിച്ചറിഞ്ഞ അവസാനം പള്ളിയിലെത്തണം, ബാങ്ക് കേൾക്കുമെങ്കിൽ എന്ന് പറഞ്ഞ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് വെച്ച് ഞാൻ യുദ്ധത്തിന് വരട്ടെ, വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇളവ് തന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ചോദിച്ചു, ഞാൻ യുദ്ധത്തിന് വരട്ടെ, എനിക്ക് പ്രായാവാണ്. ആര്? അന്ധനായ ഈ സഹാബി, ഈ നിസ്കാരത്തിന്റെ കഥ പറഞ്ഞ സഹാബി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, വേണ്ടാൻ, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ വരണ്ടാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, എനിക്ക് പ്രായാവാണ്, ആരോഗ്യം ക്ഷയിക്കാണ്, അള്ളാഹു എന്നോടെങ്ങാനും പരലോകത്ത് വെച്ച് ചോദിച്ചാൽ, എന്ത് ചോദിച്ചാന്നറിയോ? ചാൻസ് കിട്ടിയിട്ടും മാറി നിന്നുവല്ലേ, കണ്ണ് കാണില്ല എന്നൊരൊറ്റ കാരണം പറഞ്ഞ് കയ്യിലും കാലിലും ഒക്കെ ആരോഗ്യം ഉണ്ടായിട്ട് മാറി നിന്നുവല്ലേ എന്നെങ്ങാനും അള്ളാഹു എന്നോട് ചോദിച്ചാൽ ഈ ഉമറിന്റെ നേരെ ഞാൻ പരലോകത്ത് വിരൽ ചൂണ്ടും. അള്ളാഹുവേ, ഉമറാണ് എന്നെ തടുത്തത്, കെഞ്ചി ചോദിച്ചിരുന്നു ഞാൻ. ഉമർ അള്ളാഹു പഠിച്ചുപോയി. അന്നത്തെ യുദ്ധത്തിന്റെ പതാക അന്ധനായ സഹാബിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നടന്നോന്ന്. ആ യുദ്ധത്തിന്റെ പതാക വാഹകൻ, കയ്യിന് വെട്ടുകിട്ടി അന്ധനായ സഹാബി കൈപ്പത്തി പോയപ്പോ ബാക്കി ഭാഗം കൊണ്ട് കൂട്ടിപ്പിടിച്ചു, പതാക ഉയർത്തിപ്പിടിച്ചു. വീണ്ടും വെട്ടുകിട്ടി, നിലത്ത് വീണിട്ടും പതാക നേരെ നിന്നു. മനസ്സിലായോ? ആ സഹാബി, നിസ്കാരത്തിന്റെ കഥ മാത്രം അറിയുന്നവരുണ്ട്, ബാക്കിയും കൂടി വായിച്ചു നോക്കണം. ഇങ്ങനെയാണ് ആ സഹാബി ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നത്. അറിയോ സുഹൃത്തുക്കളെ, അവര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ എന്താ നമ്മുടെ കയ്യിലുള്ളത്? നാളേക്ക് വേണ്ടി എന്താ സമ്പാദിച്ചത്? പോരുണ്ട്, വാശിയുണ്ട്, അയൽവാസികളോട് ചീത്ത പറഞ്ഞതുണ്ട്, മനസ്സിലായോ? അതിര് തിരക്കിയതുണ്ട്, ആ കച്ചവടത്തിൽ കൃത്രിമവും തട്ടിപ്പും വെട്ടിപ്പും കാണിച്ചതുണ്ട്, ചൈനന്റെ സാധനം ജപ്പാന്റെ സാധനം വിറ്റതുണ്ട്. ഇങ്ങനെ കുറെ ഉണ്ട്. ബാക്കിയൊന്നുമില്ല. ചിന്തിച്ചോളൂ, എന്താ എന്റെ കയ്യിലുള്ളത്? ശരിക്കാലോചിച്ചോ. ഒരു കുടുംബത്തിൽ ഒരു പാവപ്പെട്ടവൻ അത്താണിയായി മാറാൻ, താങ്ങായി നിൽക്കാൻ, വേദനിക്കുന്നവന്റെ വേദന അകറ്റാൻ, എന്നെ കൊണ്ടാവുന്നത് ചെയ്യാൻ ഒരു മനുഷ്യനും എനിക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ല. അവനെപ്പറ്റി ഞാൻ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. ഉപദ്രവം ഒരിക്കലും വരുത്തിയിട്ടില്ല. ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതെങ്കിലും പറയാൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് ആലോചിക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ.